So today we are going to arrive at the uncertainty principle using the particle properties of waves. In the last class we have arrived at the uncertainty principle using the wave property of particles. So the uncertainty principle can be arrived at from the point of view of the particle properties of waves as well as the point of view of the wave properties of the particles. So here we are going to arrive at the uncertainty principle using the particle properties of waves. So suppose we want to measure the position and momentum of an object at a certain instant of time. So in order to do that, we have to touch it with something that will carry the required information back to us. If we take a measurement, we take a probe and touch it. That means we have to poke it with a stick, or we have to shine light on it, or we have to perform some similar act. For experiment, we object interfered. So the measurement process requires that the object be interfered in some way. So, ഇങ്ങനെയുള്ള ഇന്റർഫറൻസസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ ഈ ഡെറിവേഷനിൽ നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, suppose we are looking at an electron using a light of wavelength lambda. നമ്മളൊരു ഇലക്ട്രോണിന് suppose we are looking at the electron using a wavelength, light of wavelength lambda. So, ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ലൈറ്റിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്ത് ലാംഡയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മൊമെന്റം നമുക്കറിയാം h/λ ആയിരിക്കും. സോ ഈച്ച് ഫോട്ടോൺ ഓഫ് ദിസ് ലൈറ്റ് ഹാസ് ദി മൊമെന്റം h/λ. അപ്പൊ ഈ മൊമെന്റം ഉള്ള ഫോട്ടോൺസ് ഇലക്ട്രോണിനെ ഹിറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇലക്ട്രോണിനെ നോക്കുക എന്ന് പറയുമ്പോൾ വി ആർ ലുക്കിംഗ് അറ്റ് ദി ഇലക്ട്രോൺ മീൻസ് നമ്മളൊരു ഒബ്ജക്റ്റിനെ എപ്പോഴാണ് കാണുക, അതായത് നമ്മളൊരു ലൈറ്റ് റേ ആ ഒബ്ജക്റ്റിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ ഐയിൽ എത്തുമ്പോഴാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്. അപ്പോൾ ഒരു വ്യൂവർ ഒരു ഇലക്ട്രോണിനെ നോക്കുക എന്ന് പറയുമ്പം ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ലാംഡ വേവ് ലെങ്ത് ഉള്ള അതിൽ പോയി ഇൻസിഡന്റ് ചെയ്തു, അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഈ ഒബ്സർവറിന്റെ ഐയിലെത്തുമ്പോഴാണ് നമുക്ക് ഒബ്സർവറിന് ഇലക്ട്രോണിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഇൻസിഡന്റ് ഫോട്ടോൺ ഇവിടെ ഹിറ്റ് ചെയ്തു. ഈ ഇലക്ട്രോണിന് ഒരു ഒറിജിനൽ മൊമെന്റം ഉണ്ട്. ഇത് ഹിറ്റ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോണിന്റെ മൊമെന്റം നമ്മൾ പറഞ്ഞു h/λ. സോ അത് ഹിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒറിജിനൽ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ അത് ചേഞ്ച് ചെയ്യും. ഇലക്ട്രോൺസ് മൊമെന്റം വിൽ ബി ചേഞ്ച്ഡ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വേറൊരു ഡിറക്ഷനിൽ മൂവ് ചെയ്യും. ഫൈനൽ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ. എന്നിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് ഒബ്സർവറിന്റെ ഐയിലെത്തുമ്പോഴാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ കാണുക. ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിനെയാണ്. സോ വെൻ വൺ ഓഫ് ദി ഫോട്ടോൺസ് ബൗൺസസ് ഓഫ് ദി ഇലക്ട്രോൺ, ആ ഇലക്ട്രോൺ പോയി ബൗൺസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ the electron's original momentum will be changed. So initially ഒരു momentum ഉണ്ട്. So whenever the photon bounces off the electron, the original momentum of the electron will be changed. So the exact amount of change delta p cannot be predicted. Delta p cannot be predicted, but it will be of the same order of magnitude as that of the photon momentum. അപ്പോൾ ഫോട്ടോണിന്റെ മൊമെന്റം ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ചേഞ്ച് ഉണ്ടാവാം. അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാൻ പറ്റുള്ളൂ. എക്സാക്ട് എമൗണ്ട് ഓഫ് ചേഞ്ച് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് ഓഫ് ദി ഓർഡർ ഓഫ് ദി മൊമെന്റം ഓഫ് ദി ഫോട്ടോൺ. മൊമെന്റം ഓഫ് ദി ഫോട്ടോൺ h/λ ആണ്. സോ ഡെൽറ്റ പി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h/λ. സോ ദിസ് ഇസ് treated as equation number 1. അപ്പോൾ delta p inversely proportional to lambda എന്ന് കണ്ടു. So longer the wavelength of the observing photon, the smaller the uncertainty in the electron's momentum. So shorter the wavelength, delta p will be
the higher the uncertainty in electrons moment. Delta P is inversely proportional to lambda. So we know that light is also having a dual nature. So we cannot expect to determine electron's position or electron's location with an accuracy regardless of the instrument used. So light in particle and wave nature and dual nature and അപ്പോൾ നമ്മൾ ആ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോണിനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ആ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനേക്കാളും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതായത് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്ന അതിനേക്കാളും അതിന്റെ വേവ് ലെങ്തിനേക്കാളും പ്രിസൈസ് ആയിട്ട് നമുക്ക് അതിന്റെ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. സോ എ റീസണബിൾ എസ്റ്റിമേറ്റ് ഓഫ് ദി minimum uncertainty in the measurement of position is 1 photon wavelength. അപ്പോൾ ഡെൽറ്റ എക്സിന്റെ മിനിമം വാല്യൂ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ. അപ്പോൾ ലാംഡയെക്കാളും ചെറിയൊരു വാല്യൂ ഡെൽറ്റ എക്സിന് പോസിബിൾ അല്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ലാംഡയാണ്. അതിനേക്കാളും അക്യുറേറ്റ് ആയിട്ട് ആ ലാംഡയുടെ വാല്യൂവിനേക്കാളും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പൊസിഷൻ എന്തായാലും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. സോ ഡെൽറ്റ എക്സ് മിനിമം ഇസ് ലാംഡ ആൻഡ് ദെർഫോർ ഡെൽറ്റ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം വാല്യൂ ആണ് ലാംഡ. അപ്പോൾ അതിന്റെ വാല്യൂ എപ്പോഴും ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ലാംഡ ആയിരിക്കും. Minimum delta x lambda ആണ്. So at any point delta x is greater than or equal to lambda. So this is treated as equation number 2. So from this equation we can see that delta x is directly proportional to lambda. As the wavelength of the light used to observe the electron increases, delta x also increases. As the wavelength of the photon used to observe electron decreases, delta x also decreases. So delta x is directly proportional to lambda and delta p is inversely proportional to lambda. So shorter the wavelength, smaller the uncertainty in location. So if you use a light of shorter wavelength to increase the accuracy of position, delta x കുറക്കാൻ വേണ്ടി accuracy കൂട്ടുക എന്ന് പറഞ്ഞാൽ delta x കുറക്കുക, there will be a corresponding decrease in the accuracy of momentum. അതായത് ഡെൽറ്റ എക്സ് സ്മോളർ ആക്കാൻ വേണ്ടിയിട്ട് ലാംഡ നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ പി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലാംഡ. ഡെൽറ്റ പി ഇൻക്രീസ് ചെയ്യും, മൊമെന്റത്തിന്റെ അക്യുറസി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ലൈറ്റ് ഓഫ് ലോങ്ങർ വേവ് ലെങ്ത് വിൽ ഗിവ് എ മോർ അക്യുറേറ്റ് മൊമെന്റം. ലാംഡ ഹയർ ആണെങ്കിൽ ഡെൽറ്റ പി ലെസ് ആയിരിക്കും, അതായത് മൊമെന്റം കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിരിക്കും. നമുക്ക് എപ്പോഴും അക്യുറസി എന്ന് പറയുമ്പോൾ അക്യുറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഡെൽറ്റ എക്സും ഡെൽറ്റ പിയും കുറയാണ് വേണ്ടത്. അപ്പോൾ ഡെൽറ്റ പി കുറയണമെങ്കിൽ ലാംഡ ഹയർ ആയിരിക്കണം. പക്ഷേ ലാംഡ ഹയർ ആവുമ്പോൾ ഡെൽറ്റ എക്സ് ഇൻക്രീസ് ചെയ്യും, അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ഇൻക്രീസ് ചെയ്യും, പൊസിഷൻ ലെസ് അക്യുറേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എന്ന് ചെയ്യുമ്പോൾ എന്ത് വരും? എച്ച് ബൈ ലാംഡ ഇൻറ്റു ലാംഡ. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലാംഡ കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2. കാരണം എച്ചിനേക്കാളും ചെറിയൊരു വാല്യൂ ആണ് എന്ത്? ക്രോസ് എച്ച് ബൈ 2. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എച്ചിൻ്റെ വാല്യൂ എല്ലാം ഒരു 100 ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 എന്നും പറഞ്ഞൂടെ? അപ്പോൾ ആ ആർഗ്യുമെന്റ് വെച്ചിട്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2. So this is another derivation of uncertainty principle using the particle properties of waves. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഈ അൺസർട്ടനിറ്റിക്ക് കാരണം ഇൻസ്ട്രുമെന്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം ലാംഡ ഇൻസ്ട്രുമെന്റിന്റെ ആണല്ലോ. സോ the measurement process that induces the uncertainty in delta x delta p എന്ന് നമുക്ക് തോന്നാം. ബട്ട്
the uncertainty is inherent in the nature of the moving body. അത് നമുക്ക് ഇൻസ്ട്രുമെന്റൽ എറർ അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ നമ്മളിങ്ങനെ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണെന്ന്. അപ്പൊ ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പല മെത്തേഡിൽ നമുക്ക് അറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതില് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഇല്ലാതെ നമുക്കൊരു നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഡെറിവേഷൻസ് പോസിബിൾ ആണ്. ഈ ഡെറിവേഷൻസ് എല്ലാം അക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഡെറിവേഷൻ ചെയ്തത് യൂസിങ് ദി വേവ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ്. സോ ഹിയർ we have derived the uncertainty principle using the particle properties of waves. So that is the different. First proof ആണ് കുറച്ചും കൂടെ accurate. സോ ഇവിടെ നമുക്കൊരു ഇൻസ്ട്രുമെന്റൽ എറർ ആണെന്ന് തോന്നാം, ബട്ട് ഒരിക്കലും അങ്ങനെയല്ല, ഇൻസ്ട്രുമെന്റൽ എറർ കൊണ്ടല്ല. So now we can do a problem. A measurement establishes the position of the proton with an accuracy of plus or minus 1 into 10 raised to minus 11 meters. Find the uncertainty in proton's position 1 second later. Assume V is very much less than C. അതായത് നോൺ റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ മതി. അപ്പൊ നമുക്ക് ഇനീഷ്യലി അതിന്റെ ഡെൽറ്റ എക്സ് തന്നിരിക്കുന്നുണ്ട്. 1 into 10 raised to minus 11 ആണ്. ഇതിന് നമുക്ക് ഡെൽറ്റ എക്സ് 0 എന്ന് പറയാം, t equal to 0 എന്ന് പറയുന്ന സമയത്തായതുകൊണ്ട്. സോ ദി അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ക്രോസ് എച്ച് ബൈ 2 ആണെന്ന് കണ്ടു. അപ്പൊ അവിടെ നമുക്ക് ഡെൽറ്റ പി കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെച്ചിട്ട് നമ്മൾ ഈക്വൽ ടു വെച്ചിട്ടാണ് അത് കാണുക. ഗ്രേറ്റർ ദാൻ നമ്മൾ മിനിമം വാല്യൂ നമ്മളത് കണ്ടുപിടിക്കാം. അപ്പോൾ മൊമെന്റം അൺസർട്ടനിറ്റി ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ പി നമുക്കറിയാം, നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ എം ഇൻറ്റു വി ആണ്. ഇപ്പൊ ഡെൽറ്റ പി എന്ന് പറയുന്നത് മാസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, എം ഇൻറ്റു ഡെൽറ്റ വി ആയിരിക്കും. അപ്പൊ എം ഇൻറ്റു ഡെൽറ്റ പി ആണ്. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ എം. അപ്പൊ ഡെൽറ്റ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ക്രോസ് എച്ച് ബൈ 2 delta x naught. X naught is the uncertainty in the position of the proton at the initial time. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എമ്മും കൊടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ വി ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ബൈ 2m ഡെൽറ്റ എക്സ് നോട്ട് എന്ന് കിട്ടി. ഇപ്പൊ ഡെൽറ്റ വി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഫൈനൽ പൊസിഷൻ പറയാം. അൺസർട്ടനിറ്റി ഇൻ പ്രോട്ടോൺസ് പൊസിഷൻ 1 second ലേറ്റർ. അപ്പൊ വിയും എക്സും റിലേറ്റഡ് ആണ് നമുക്കറിയാം അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു വി ടി ആണ്. അപ്പൊ ടി ഫിക്സഡ് ആണ്, ടി 1 second ആണെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ഡെൽറ്റ എക്സ് ഇസ് ടി ഇൻറ്റു ഡെൽറ്റ വി. ഡെൽറ്റ വി കിട്ടി, അതിനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് കിട്ടും. സോ ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്രോസ് എച്ച് ടി ബൈ 2m ഡെൽറ്റ എക്സ് 0. അപ്പൊ ഡെൽറ്റ എക്സ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ എക്സ് നോട്ട്. അതായത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ 1 second ലേറ്റർ ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി അൺസർട്ടനിറ്റി അറ്റ് ദി ഇനീഷ്യൽ ടൈം t equal to 0. അപ്പൊ ഡെൽറ്റ എക്സ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് നോട്ട്, ഇഫ് ഡെൽറ്റ എക്സ് നോട്ട് സ്മോൾ, ഡെൽറ്റ എക്സ് വിൽ ബി ലാർജ്. So more we know about the proton's position at t equal to 0. അപ്പൊ ഡെൽറ്റ എക്സ് നോട്ട് ചെറിയ വാല്യൂ ആണെങ്കിൽ, അത് കുറച്ചും കൂടെ അക്യുറേറ്റ് ആണെങ്കിൽ, the less we know about the proton's position at 1 second later. അതായത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ക്രോസ് എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടി 1 second ആണ്. മാസ് പ്രോട്ടോൺ മാസ് ആണ് 1.6 into 10 raised to minus 27 kilograms. ഡെൽറ്റ എക്സ് നോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 3.15 into 10 raised to 3 meters, അതായത് 3.15 kilometers ആണ് കിട്ടുക. വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. സോ അതിന്റെ റീസൺ എന്താ വെച്ചാൽ ഈ ഒറിജിനൽ വേവ് ഗ്രൂപ്പ് അത് ട്രാവൽ ചെയ്യുമ്പോൾ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. അതായത് ഫേസ് വെലോസിറ്റീസ് ഓഫ് ദി കമ്പോണന്റ് വേവ്സ് വേരി വിത്ത് വേവ് നമ്പർ. അപ്പൊ അതുകൊണ്ട് തന്നെ വേവ് നമ്പേഴ്സ്, അതിൽ കുറെ വേവ് നമ്പേഴ്സ് പ്രസന്റ് ആണ്. അപ്പൊ അത് ട്രാവൽ ചെയ്യുമ്പോൾ അതിനൊരു ഡിസ്പേർഷൻ സംഭവിക്കും. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഒരു നാരോ വേവ് പാക്കറ്റ് ആയിരുന്നു, ഇതിന്റെ ഡെൽറ്റ എക്സ് സ്മോൾ ആണ്. സോ ആസ് ടൈം പാസസ്
ഇതിലെ കുറേ അധികം വേവ് ഉണ്ട് ഡിഫറെന്റ് വെലോസിറ്റിയിൽ നമുക്കറിയാം. അത് സ്പ്രെഡ് ചെയ്യും, ഓരോന്നിനും ഓരോ ഫേസ് വെലോസിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അറ്റ് എ ലേറ്റർ ടൈം ഇത് കുറച്ചധികം സ്പ്രെഡ് ചെയ്തിട്ട് ഡെൽറ്റ എക്സ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇനീഷ്യൽ വേവ് പാക്കറ്റ് നാരോവർ ആണെങ്കിൽ കൂടുതൽ വേവ്സ് ഉണ്ടാവും, അത് കൂടുതൽ അത് സ്പ്രെഡ് ചെയ്യും, അതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്.